നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ എങ്ങനെ സ്ഥാപിക്കാൻ ഒക്കും? ഇവരെ എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരേ ഒരു ഘടകം ഏതാ? നിന്റെ ചേട്ടന്റെ ഹൃദയം, എന്റെ സുധിസാറിന്റെ ഹൃദയം. അപ്പൊ നീ പറയുന്ന കെട്ടുകഥയല്ല, അലകും പിടിയും കഴമ്പും കാമ്പും ഉള്ള നല്ല ഒന്നാന്തര സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവും. വെച്ച് താമസിപ്പിക്കേണ്ട നിത്യക്കുട്ടി, ഓ ചെല്ല്, ഇപ്പൊ തന്നെ പിടികുട്ടിക്ക്. ബാക്കി നമുക്ക് നോക്കാം. മുത്തശ്ശിയും കൂടെ കൂട്ടാം, എന്നാലേ രംഗത്തിനൊരു കൊഴുപ്പ് കൂടും. സോമനച്ചനും ബാമുനിയമ്മച്ചിയോടെ അവര് ബാങ്കിൽ എന്തോ പോയി. സാരമില്ല, വരുമ്പോ ഏല വെച്ചോളൂ. നീ ചെല്ല്, ചെന്ന് തുടങ്ങി വെക്ക്. ഞാൻ വന്നേക്കാം, നീ ചെല്ല്. ഞാൻ വിളിക്കാൻ ശങ്കരമാവ. എന്തുണ്ടെങ്കിലും തുറന്നു പറയാൻ മടിക്കരുത്, ഒന്നും മറച്ചു വെക്കുകയും ചെയ്യരുത്. ശരി. ആരാ? ശങ്കരമാവനായിരുന്നോ? എന്താ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെ ചോദിച്ചാൽ എന്തോ പ്രശ്നം അവിടെ നടന്നതുപോലെ എനിക്കൊരു തോന്നൽ. അമ്മാവന്റെ സ്വരത്തിൽ നിന്ന് എനിക്കത് ഫീൽ ചെയ്തു. എന്താ ശങ്കരമാവൻ പറഞ്ഞത്? അത് പറയൂ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്ത്? ഇന്നലെ ആ ശരവണ്ണനെ അവിടെ എവിടെയോ കണ്ടെന്നോ, അമ്മാവൻ ഇറങ്ങിച്ചെന്നപ്പോ പെട്ടെന്ന് പോയെന്നോ. അത്രേ സംഭവിച്ചു കാണൂ. അത്രയല്ല അക്ഷര, അമ്മാവന്റെ പാളിപ്പോയ ചങ്കടിപ്പ് എനിക്കിവിടെ കേൾക്കായിരുന്നു. അവിടെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ അവിടം വരെ ഒന്ന് പോയാലോ അക്ഷര? വേണ്ട, അത് ശത്രുക്കളെ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു കെണിയാണെങ്കിലോ? വേണമെങ്കിൽ ഞാൻ പോവാം. ഇപ്പോ അവിടെ എല്ലാരും സേഫ് അല്ലേ? ഞാൻ വേണമെങ്കിൽ ഇത്തിരി കഴിഞ്ഞ് അമ്മയൊന്ന് വിളിക്കാം. പൊന്നുമണിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. അത് മതിയോ? അത് മതി, പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ ജാമ്യം ഇല്ലാതാക്കി ഞങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശത്രുക്കള് പല കെണിയും ഒരുക്കി വെക്കും. ദൈവത്തെ ഓർത്ത് അതേ ചെന്ന് വീഴരുത്. ശരി, നമുക്ക് പരുന്തിനെയും കൂട്ടരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ? വേണമെങ്കിൽ അവരോട് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങാൻ പറയാം. വീടിന്റെ ഭാഗത്തേക്കൊരു നോട്ടവും വരുമല്ലോ. ഏയ്, അത് വേണ്ട. പിന്നെ അത് മതി നാട്ടുകാർക്ക് പുതിയ കഥകൾ ചമയ്ക്കാൻ. തൽക്കാലം പൊന്നുമണിയോട് പറ്റുന്ന പോലെ അടുത്ത ദിവസം ഒന്ന് വരാൻ പറഞ്ഞാൽ മതി. ബാക്കി പിന്നെ ആലോചിക്കാം. ശരി. ബ്ലാങ്ക് ചെക്കോ? പുതിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മോള്. ഇത് കഥയൊന്നും അല്ല. ആ സിദ്ധാർത്ഥൻ ഡോക്ടർ നിരഞ്ജന് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുക എഴുതാത്ത ചെക്ക്. ഈ ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ തുക എഴുതാത്ത ചെക്കാണെന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കണ്ട. ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചാ പോലും അച്ഛന് മനസ്സിലാവത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. ഡോക്ടർ നിരഞ്ജനും സിദ്ധാർത്ഥനും തമ്മില് പല പല ഇടപാടുകളും കാണും. അതിന് നമുക്കെന്താ? ആ കൊള്ളാം, അമ്മയുടെ ബുദ്ധി വെച്ച് പിന്നെ ഇത്രയൊക്കെ അല്ലേ പറയൂ. ആ നിരഞ്ജൻ ഡോക്ടറും സിദ്ധാർത്ഥനും ഇടയിലെ പാലം എന്ന് പറയുന്നത് സുധിയേട്ടന്റെ ജീവന, സുധിയേട്ടന്റെ ഹൃദയത്തിന്റെ കാശ. ആ വക്കീൽ സിദ്ധാർത്ഥൻ ഡോക്ടർ നിരഞ്ജന് ബ്ലാങ്ക് ചെക്കായിട്ട് കൊടുത്തേക്കുന്നത്. അത് ഇവിടുത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമോൾക്ക് അറിയാൻ ചെയ്യാം. ഇനി അവർക്കതിൽ എത്ര വീതം കിട്ടിയെന്ന് മാത്രം ചോദിച്ചറിഞ്ഞാ മതി. നിത്യേ, നീ വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമൊന്നുമല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അല്ല, അച്ഛനെന്താ ഒന്നും മിണ്ടാത്ത? അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും 1000 നാവാണല്ലോ അച്ഛന്. എന്നതാടാ മനോഹര, ഇവള് വന്ന് ഏതാണ്ട് ചെക്കെന്നോ മുക്കെന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ. മുത്തശ്ശി,
സുധിയേട്ടന്റെ ഹൃദയം വെച്ച കാശിന്റെ കണക്കിനെ പറ്റിയാ സംസാരിക്കുന്നത്. അത് മരുമോളോടൊന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോ അച്ഛന് ഭയങ്കര ശ്വാസം മുട്ടല്. ഈ കാര്യത്തിൽ നിനക്കെന്തിനാണ് മനോഹര ഇത്ര വലിയ ശ്വാസം മുട്ടല്? നിന്റെ മരുമോള് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു പാവാണെന്നല്ലേ നിന്റെ വൈപ്പ്? നീ വിളിക്കണ അവളെ, വിളിച്ച് ചോദിക്കേ. പാർവതി, ദേവിമോളെ വിളിച്ചേ. കാര്യങ്ങൾ കൈയോടെ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ് നമ്മുടെ മോള് മുറുമുറുത്തോണ്ടിരിക്കും. ഹോ, ഒരു കാര്യത്തിലെങ്കിലും അച്ഛൻ സ്വന്തം മോളുടെ വാക്കിന് വില കൽപ്പിച്ചല്ലോ. സന്തോഷം. വിളിച്ചു ചോദിക്ക്, അവര് മറുപടി പറയട്ടെ നമ്മുടെ മുമ്പിൽ വെച്ച്. കൊച്ചേ, എന്നാ പിന്നെ ആ ഭാമിനിയെ പെട്ടെന്ന് ഫോണിൽ വിളിച്ചിട്ടേ സോമനെയും കൂട്ടി വരാൻ പറയും. എന്നാ കാര്യത്തിനാ? ഇവിടെ ആൾക്കൂട്ട വിചാരണ നടത്തി ആരെയും കല്ലെറിഞ്ഞു കൊല്ലാനൊന്നും പോകുന്നില്ല. ദേവികയോടൊരു കാര്യം ചോദിക്കണം. അത് ദേവിക നിഷേധിച്ച അവിടെ തീർന്നു ഈ വിഷയം. ദേവിക അത് സമ്മതിച്ചാലോ? അപ്പ അച്ഛൻ എന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ. പാർവതി, ചെന്ന് ദേവിയെ വിളിച്ചോണ്ട് പോവാം. അത് വേണം മനോഹരേട്ട. വിളിക്ക് പാർവതി. എന്താടാ? നിനക്ക് ഏത് ബാങ്കിലടി അക്കൗണ്ട് ഉള്ളത്? നിന്റെ കയ്യിലുള്ള കോടികൾ വല്ലതും എന്റെ ബാങ്കിലോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ, ഞാനൊരു പാവം. നീയല്ലേ ദേവിയേട്ടത്തി ലക്ഷപ്രഭു. ചങ്കായ ഭർത്താവിന്റെ ചങ്ക് പറിച്ച് വിറ്റ് പണക്കാരിയായവൾ. ശരത്തെ, നീ നിന്റെ പാടു നോക്കി പോ. വെറുതെ എന്നോട് കോർക്കാൻ കാരണം കണ്ടെത്തി വരണ്ട. കോർക്കാൻ വരുന്നത് ഞാനല്ല, നിന്റെ വേണ്ടപ്പെട്ടവര് തന്നെ. ഇപ്പൊ കാണാം. എന്ത് കാണാന്ന്? നീ ആരെയാടെ പേടിപ്പിക്കുന്നേ? അയ്യോ, പേടിപ്പിച്ചൊന്നുമല്ല. നിന്റെ നിരഞ്ജൻ ഡോക്ടർക്ക് നിന്റെ സ്വന്തം സിദ്ധാർത്ഥ വക്കീൽ നൽകിയ ബ്ലാങ്ക് ചെക്കിന്റെ കഥ ഈ വീട്ടില് ഒരു ബോംബായി മാറാൻ പോകും. എന്ത് ബോംബ്? നിന്റെ നുണ ബോംബുകളൊന്നും ഇവിടെ ഏൽക്കാറില്ലാതെ നിനക്കറിഞ്ഞൂടെ? ആണോ? ആ, എന്നാ നിന്റെ നെഞ്ചുള്ളിൽ പൊട്ടുന്നൊരു ബോംബ് ഞാനിടാം. നിന്റെ സുധിയേട്ടന്റെ ഹൃദയം വിറ്റ കാശുകൊണ്ട് നിന്റെ നിരഞ്ജൻ ഡോക്ടർ നല്ല വില കൂടിയ ഒരു ഡയമണ്ട് നെക്ലസ് ഭാര്യയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു.